പുലി പതുങ്ങുന്നത് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തിരിച്ചുവരവുണ്ട്. ഇനി വെറുക്കുന്നവരാണെങ്കിൽ പോലും ഇനി മുതൽ എൻ്റെ ആരാധകരായിരിക്കും. നമുക്ക് തൃശ്ശൂരുകാർ ആദ്യം തന്നെ കളിയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് പൊളി നല്ല ദേഷ്യം നല്ല കുരുപൊട്ടും. എടാ അത് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. ഇത് പറഞ്ഞു മടുത്ത്. പക്ഷേ ഒരു ദിവസം ഞാൻ തിരിച്ചെടുത്തത് അപ്പം പടലാന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് ആൾക്കാർ കൂടി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണക്കായിട്ടേക്കാറാന്ന് പറഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു. പക്ഷെ അവൻ മരണപ്പെട്ടു പോയി. നമ്മുടെ ചിലപ്പോൾ RDX വന്ന് കാപ്പ വന്ന് ഇങ്ങനെ ഒരുപാട് സിനിമ. ഷാജി കൈലാസാറിൻ്റെ പടം വേണ്ടാന്ന് പറഞ്ഞ് ഏതെങ്കിലും നടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിട്ടിയത് ആരും അറിയാതെ പോയ തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു കാർ മേടിച്ചു, ഒരു സ്വിഫ്റ്റ് മേടിച്ചു ഞാൻ. നമസ്കാരം. നമ്മുടെ കൂടെ ഉള്ളത് ടിറ്റോ വിൽസൺ. കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം പകിട എന്ന് പറഞ്ഞ സിനിമ റിലീസാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. 80-something റെക്കോർഡുകളിലേക്ക് കുതിക്കുന്നൊരു സിനിമയാണ്. 3-ാം തീയതിയാണ് റിലീസ്. യുക്ലാം രാജന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കേൾക്കാം. യുക്ലാം രാജൻ ഭയങ്കര ഡീസൻ്റായി, വളരെ ചുള്ളനായി. അത് പ്രായം കൂടിയിട്ടാ. അല്ലത് ഭയങ്കര ചുള്ളനൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു പേഴ്സണാലിറ്റി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ അത് കാരണമുണ്ട്. അപ്പോൾ പടം നമ്മുടെ പകിടകളിയുടെ വിശേഷങ്ങളാണ് ഇനി ഇവിടെ നിന്ന് പറയാനുള്ളത്. ഈ വരുന്ന മാർച്ച് 3-ാം തീയതി പടം തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധയോട് പോയിരുന്ന് കാണുക. കാരണം ആരും ചെയ്യാത്ത വലിയൊരു അറ്റംപ്റ്റാണ് ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. ഒരു മൊബൈലിൽ സിനിമ ഷൂട്ട് ചെയ്യുക, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക, ആ രീതിയിലേക്ക് എന്താ പറയുക വിജയം കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനത് നോക്കി കാണേണ്ടി പറ്റും. സിനിമ മാരക ആക്ഷൻ പറഞ്ഞിട്ട് കേരളത്തിലേക്ക് 20% പിടിച്ചിട്ടുള്ളൂ. ചേട്ടാ അങ്ങനെ മാരക ആക്ഷൻ ഒന്നും പറയാനൊന്നുമില്ല. കഥയ്ക്ക് വേണ്ടതായിട്ടുള്ള വയലൻസാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നിയിട്ടൊന്നുമില്ല. കഥ കണ്ടുവരുന്ന ഒരു പ്രേക്ഷകനുള്ള രീതിയിൽ അത് വേണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ തട്ടിക്കൊണ്ടുപോവുക, അവർ ഉപദ്രവിക്കുക, മിസ്സിങ് കേസുകൾ ഒരുപാടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നാട്ടിൽ ഇന്ത്യയിൽ മൊത്തം നമ്മൾ അതിനെക്കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റെലവൻറ്റ് സബ്ജക്റ്റാണ്. അതിൽ ഒരു 27 കുട്ടികൾ കാണാണ്ട് അതിലൊരു 2 കുട്ടികളെ മിസ്സായിട്ട് നമ്മളതിനെ അന്വേഷിച്ച് പോകുന്നതാണ് കഥാതന്തു. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമകൾ ഇപ്പോൾ നമ്മുടെ അങ്കമാലിക ഡയറീസൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു വിഷയം. ആ സമയത്തൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പോഴാണ് ഇതൊന്നത്. സർട്ടിഫിക്കറ്റ് തന്നതിൽ വളരെ വിഷമമുണ്ടോ? കാരണം ഒരു വിഷമവുമില്ല. കാരണം അത് ഒന്ന് തരുന്ന ആൾക്കാർ മണ്ടത്തരാണ് കാണിക്കുന്നത്. സിനിമ എന്താ ആരും കാണാതിരിക്കുന്നു? സിനിമ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ തിയേറ്ററിൽ കാണിച്ചില്ലെങ്കിലും അതിന് 100 സോഴ്സുകൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പടം കാണാണ്ടിരുന്നുണ്ട്. അതായത് നമ്മുടെ കാലഘട്ടത്തിലും പടങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോഴാണത് കുറച്ചും കൂടി അത് സിനിമയ്ക്കുള്ളിലുള്ള വല്ലാത്ത കൈകടത്തലുകളായിരിക്കും, അല്ലാതെ ഒരു മോശപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് വയലൻസ് പടങ്ങൾ ഇഷ്ടം പോലെ കാണുന്നു. അതിൻ്റെ ക്രൂവൽ മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണത്. ശരിയാണ് അത് പറഞ്ഞ പോലെ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിലും ഈ പറയുന്ന എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നിരുന്നു സിനിമയുടെ കാര്യങ്ങളിലൊക്കെ? അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് നിഷാദാണ്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് അദ്ദേഹത്തിന് കൂടെയുള്ള യാത്ര എത്രത്തോളം രസകരമായിട്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, എന്നെ കൊണ്ട് സഹകരിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ പരമാവധി സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ടും പ്രൊഡ്യൂസർ തന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ മറ്റേ മുരളി ചേട്ടൻ അല്ലാതെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഇങ്ങനത്തെ ഒരു പടം, ട്രാവൽ പടമൊക്കെ ഷൂട്ട് ചെയ്യാൻ ഏത് പ്രൊഡ്യൂസർ എൻ്റെ ചങ്കി വന്ന് നിൽക്കുക. ആ മനുഷ്യനെ ഞാൻ ചില നേരം സമ്മതിച്ചത്. കാരണം ആള് ഷൂട്ട് നടക്കണം, നമ്മുടെ കൂട്ടത്തിൽ പോകുന്നു. ചേട്ടാ വെയിലാണ് കേട്ടോ, ഒന്നുമില്ല. അപ്പോൾ ഈ ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് അമ്മമ്മോനെ ഞാൻ കാരണം ആൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളൊക്കെ. കാരണം ഒരു സിനിമ എത്രത്തോളം പൂർണ്ണതയിൽ ഷൂട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും കുറിച്ചൊന്നും ആൾക്ക് വലിയ ധാരണകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് കണ്ടപ്പോഴാണ് ആ മനുഷ്യൻ തന്നെ തോന്നി, ആടാ നീ നല്ല പൈൻ തന്നെയാടാ, നിന്നെ കുറിച്ച് നീ ഭയങ്കര ഭീകരനാണ്, നീ ഭയങ്കര പ്രശ്നക്കാരനാണ്. ഞാൻ അത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ നമ്മുടെ സിനിമ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നീ ടെററാണെന്നാണ് പറഞ്ഞത്. മുരളിയേട്ടൻ എന്നെ ഇങ്ങോട്ട് നോക്കിയേ തോന്നുന്നുണ്ട്. അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ച കഥാപാത്രങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. മറഡോണ എന്ന് പറഞ്ഞ സിനിമ അതിലും വേറൊരു ബേക്കിലെത്തിച്ച ഒരാളാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഡ്യൂൽസ് നല്ല, കാരണം അത്രയ്ക്ക് അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമയായിരുന്നു. സെന്റിമെന്റ് മറ്റേതിൽ നമുക്കിപ്പോൾ കുറച്ച് ഭീകരത കാണിച്ചാൽ മതി. മറഡോണ എന്ന് പറഞ്ഞ സിനിമയിൽ അത് മാത്രമല്ല, ഒരു
ലവ് ഉണ്ട്, അത് മാത്രമല്ല അതിൽ കുറെ സ്പേസ് കിട്ടിയിരുന്നു. അതെ അതെ. പക്ഷെ പിന്നീട് എന്ത് പറ്റി? ഇല്ല, നമ്മുടെ ആ കോവിഡിന്റെ ടൈം ഗ്യാപ്പിൽ, അതായത് എനിക്ക് കുറച്ച് നല്ല വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു കോവിഡിന്റെ ഗ്യാപ്പ് തൊട്ടിട്ടാണ് വന്നിട്ടുള്ളത്. കോവിഡിന്റെ ഇടയിലാണ് നിഷാദിന്റെ നമ്മൾ രണ്ടാമത്തെ പടം വിപ്ലവം കഴിഞ്ഞിട്ട് സംഭവാരംഭം സൂചി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവാരംഭം ആക്കി നമ്മൾ ഷൂട്ട് തീർന്ന് കോവിഡിന്റെ ഇടയിലാണ് കേട്ടോ. കോവിഡ് ഇടയിൽ എൻ്റെ എൻ്റെ അപ്പച്ചൻ മരിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ, ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാട്ട് ചിലപ്പോൾ RDX വന്ന് കാപ്പ വന്ന് ഇങ്ങനെ ഒരുപാട് സിനിമ. ഷാജി കൈലാസാറിൻ്റെ പടം വേണ്ടാന്ന് പറഞ്ഞ് ഏതെങ്കിലും നടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായിരിക്കും ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഇമോഷണലി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് കംഫർട്ടാവുന്ന രീതിയിലുള്ള വർക്ക് ഞാൻ എടുത്ത് ചെയ്യാം. അങ്ങനെയാണ് സംഭവാരംഭം, 144, ഗോഡ്സ് ട്രാവൽ. ഇപ്പം ഈ പടമാണെന്നുണ്ടെങ്കിലും ഇത്രയും പുതുമകളുടെ കൂടെ ആരാചാട്ടത്ര റിസ്ക് എടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് റിസ്ക് എടുത്ത് വർക്ക് ചെയ്യുന്നത്? അത്രയ്ക്കും ബാക്കിലേക്ക് പോകേണ്ട ഒരു ആളായിരുന്നില്ല. പക്ഷെ ചില സിനിമകൾ പിന്നെ കാണുന്നില്ല. ഇല്ല, ഇപ്പൊ അതായത് ഇങ്ങനെ പറയില്ലേ, പുലി പതുങ്ങുന്നത് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തിരിച്ചുവരവുണ്ട്, ഒരു കംബാക്ക് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ അഭിനയം എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വേണ്ട ഇനി വെറുക്കുന്നവരാണെങ്കിൽ പോലും ഇനി മുതൽ എൻ്റെ ആരാധകരായിരിക്കും. അതിൽ ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം അതിനേക്കാൾ ഹെവി ആയിട്ട് എത്രത്തോളം ഞാൻ ഡൗൺ ആയിട്ടുണ്ടോ അത്രത്തോളം ഹെവി ആയിട്ടുള്ള വർക്കുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് ഇപ്പം ചേട്ടൻ്റെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. അതാണ് ഇത്തിരി പ്രസാദം തെളിച്ചത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ മറഡോണയാണ് എനിക്ക്. കാരണം എപ്പോഴും ഒരു നടന്റെ ഫസ്റ്റ് പടം എന്ന് വെച്ചാൽ ഡയറക്ടർ. പക്ഷെ മറഡോണ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു മറഡോണ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല, ഇത് ഇവിടെ നമ്മൾക്ക് ടൊവിനോടൊപ്പം തന്നെ സ്പേസ് ചെയ്ത് നിൽക്കാൻ പറ്റിയിരുന്നു ഒരുമിച്ച്. നമുക്കൊരു വട്ടം ഒരു ടൈമിൽ ഇപ്പം ഞാൻ ഒരു ഇത് പറയട്ടെ കേട്ടോ. സ്വാതന്ത്ര്യ മറഡോണ, തനഹ, ഇതൊക്കെ ഒരുമിച്ച് ഞാൻ ഷൂട്ടിന് പോയി പറഞ്ഞു. ഒരേ ടൈമിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ആയി അവിടെ പോയി ട്രിവാൻഡ്രത്ത് ഷൂട്ട്, എറണാകുളത്ത് ഷൂട്ട്, തൃശ്ശൂർ ഷൂട്ട്, ഇങ്ങനെ അങ്ങോട്ടും പോയി മാറി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ 3 പടങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് ആരും അറിയാതെ പോയ തനഹയെന്നാണ്. അതുകൊണ്ട് ഞാനൊരു കാർ മേടിച്ചു, ഒരു സ്വിഫ്റ്റ് മേടിച്ചു ഞാൻ. കാരണം മറ്റുള്ള പടങ്ങളിൽ നിന്ന് എത്രത്തോളം നമ്മൾ ക്യാരക്ടറും പരിപാടിയും ചെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് വലുതായിട്ട് എനിക്ക് സമയം തോന്നിയില്ല. പക്ഷേ എനിക്കൊരു ആ സ്വിഫ്റ്റ് എനിക്ക് ഉപകാരപ്പെട്ടത് ഞാൻ ആദ്യമായിട്ട് ലീഡ് ചെയ്ത് അഭിനയിച്ച സംഭവാരംഭം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് ഞാൻ വണ്ടി കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, പക്ഷെ ആ വണ്ടി കൊടുത്തപ്പോൾ ഒരു നല്ലതുണ്ടായി. കാരണം അത് ഉണ്ടായത് തന്നെ തനഹയെന്നാണ്. അപ്പോൾ ഇനിയുള്ള സിനിമകൾ വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. കേട്ടവർക്ക് ഉണ്ടാവും ചേട്ടാ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, കേട്ടവർക്ക് ഉണ്ടാവണമല്ലോ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഷോ ആയി എന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർക്ക് പറ്റിയിട്ടുള്ള ഞാൻ പോയിക്കൊണ്ടേ കാണിച്ചു, ഒരു സിനിമയിൽ വന്നു, ഓക്കെ, ഇനി പിന്നെ അവനോട് പിറ്റേ ദിവസം ചോദിക്കണം ഇനിയേതാ. അതെ, അപ്പൊ ആ ഒരു ടെൻഷൻ ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ടാവുമോ എന്താണ്? ഇല്ല, ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. കാരണം എനിക്ക് പടങ്ങൾ വരുന്നുണ്ട് കൃത്യമായിട്ട്. ഞാൻ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ് ചേട്ടാ ഉള്ളത്. അല്ല, ഞാൻ മറുപടികൾ കൊടുക്കേണ്ട അവസ്ഥ. ഇല്ല, ഇപ്പൊ എൻ്റെ അടുത്ത് പടമില്ലാതിരിക്കും. നമുക്ക് എന്നും സിനിമ ഷൂട്ടില്ലല്ലോ. ഞാൻ വീടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പൊ പടം ഒന്നുമില്ലടാ, ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു സുഹൃത്ത് ഫ്രീനോ എന്ന് പറഞ്ഞിട്ട് അവന് എരിച്ചുവിട്ടുള്ള ഒരു പരിപാടി, അവൻ ഡെയിലി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ചോദിക്കും പടമില്ലടാ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മളെ കളിയാക്കിയിട്ടാണ് ചോദിക്കേ. നമുക്ക് തൃശ്ശൂരുകാർ ആദ്യം തന്നെ കളിയാക്കി ചെയ്യാം. അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് പൊളി നല്ല ദേഷ്യം, നല്ല കുരുപൊട്ടും. എടാ, അത് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ, ഇത് പറഞ്ഞു മടുത്ത്. പക്ഷേ ഒരു ദിവസം ഞാൻ തിരിച്ചെടുത്തത് അപ്പം പടലാന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് ആൾക്കാർ കൂടിക്കണേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണക്കാട്ടാക്കാറാന്ന് പറഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു. പക്ഷെ അവൻ മരണപ്പെട്ടു പോയി, നമ്മുടെ സുഹൃത്ത് ഫ്രീനോ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. പക്ഷേ നമ്മൾ അവന് ഈ പടം വരുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റിയില്ല. അത് ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം അവനൊക്കെ ആഗ്രഹിച്ചിട്ട് എത്രത്തോളം ഇപ്പം എൻ്റെ നാട്ടിൽ എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ടെങ്കിലും പക്ഷെ എൻ്റെ ഒരു പടം നല്ലതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അല്ല, ഞാൻ തൃശ്ശൂർകാരനാണ്. ഞാൻ തൃശ്ശൂർ വിയൂര്. എന്നെ എല്ലാവരും അങ്കമാലിക്കാരനാണ്. ഇല്ലടാ, ഞാൻ തൃശ്ശൂർകാരനാ. അയ്യോ, പിന്നെ അങ്കമാലിയുള്ള യൂക്ലാം രാജന്റെ കമ്മ്യൂണിസ്റ്റ് വെച്ചാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് നമുക്കിപ്പോൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നമുക്ക് തന്നിട്ടുള്ളൂ. അന്ന് മാർക്കറ്റ്, അടുത്തുള്ള ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ തൃശ്ശൂരും അങ്കമാലി സ്ലാങ്ങും തമ്മിൽ ജസ്റ്റ് ഒരു ടോൺ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നമ്മുടെ നിന്ന് പോർക്ക് എടുത്തുകൊണ്ടിരുന്നിട്ട് ഇടയിൽ വെച്ച് ഇറങ്ങി
ആ ഒരു ടോൺ സ്റ്റൈല് അതിനൊക്കെ ഞാൻ കുറച്ച് ഇതായിട്ടുണ്ട്. കാരണം അത് ആ ടോൺ കിട്ടാണ്ട് ആ സമയത്തൊക്കെ എന്നെ ടന്നമ്മിലാണ് ഹെൽപ്പ് ചെയ്തത്. ആ ടന്നമ്മിൽ പറയാം അയാള് ആ ഒരു ടോണിലാണ് സംസാരിക്കുക. എല്ലാവരും ഹാപ്പി തന്നെയാണ്, എല്ലാവരും ഓരോ വഴിക്ക് പോയി എന്നുള്ളത്. അത് കുഴപ്പമില്ല, നല്ല കാര്യം. എല്ലാവരും വലുതാവട്ടെ, ഉയർച്ചകളിൽ എത്തട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അധ്വാനം എനിക്ക് ഉയർച്ച വന്നിട്ടുണ്ട്. അത് എത്രത്തോളം എന്നുള്ളതല്ല, അത് എത്രത്തോളം എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മികച്ച രീതിയിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ പോയി കണ്ടുമുട്ടിയേക്കാം. ഇല്ലില്ല, ഞാൻ ഇടയ്ക്ക് നമ്മൾ ആ സംഭവാരംഭത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. പിന്നെ മലക്കോട്ട വാലിബൻ അതിൻ്റെ ഒരു ഇഷ്യൂ സമയത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചു. ആളൊന്ന് ഫീലായി, ആൾക്ക് ഭയങ്കര ഫീലായി. ഇനി ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ആ മനുഷ്യൻ കണ്ണൊക്കെ നിറഞ്ഞ് അവിടെ ഇൻ്റർവ്യൂ അത് ഭയങ്കര ഫീലായി പോയി. സത്യം പറഞ്ഞ് അതിൽ നമുക്ക് ആ ആളോട് മാത്രമാണ്, ആ ടീമിൽ ആ കൂടി കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരേ ഒരു മനുഷ്യൻ ആ മനുഷ്യനോടാണ്. ബാക്കി ഒരാളായിട്ട് ഒരു സൗഹൃദമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി അങ്കമാലി ടെറസിലൂടെയാണ് വന്നത്. ഇപ്പോൾ ലിജോ ചേട്ടനടുത്ത് വിളിക്കാറില്ലേ, ചാൻസ് ഒന്നും ചോദിക്കാറില്ല? ഇല്ല, ഞാൻ ലിജോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ അതെല്ലാം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു അവസരം തന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഒരു ഗുരുദക്ഷിണ എന്നുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പൊസിഷനിലേക്ക് എത്തി. അദ്ദേഹം നമ്മളോട് ഒരു അവസരം ചോദിക്കുകയാണ്, എന്നു വെച്ച് ഞാനൊരു പടം ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞ ഒരു ഗുരുദക്ഷിണ എന്നുള്ള രീതിയിൽ. അത് അങ്ങനെ എനിക്ക് തോന്നിയാണ്. കാരണം നിങ്ങൾ എപ്പോഴും ലിജോ ചേട്ടനായിട്ട് കോൺടാക്ട് ഉണ്ട്. ആളുടെ ഒരു പെറ്റാണ് ഞാൻ. പക്ഷെ എന്നാലും വിചാരിക്കുന്നു ലിജോ ചേട്ടൻ എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്നൊക്കെ പറയണതൊക്കെ. ഇല്ല, അങ്ങനെ ചോദിക്കില്ലല്ലോ, അത് നമ്മളെ ആഗ്രഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പൊസിഷനിലേക്ക് വളർന്നു വരിക എന്ന് കാണുന്നത് നമ്മുടെ ഗുരു എന്ന രീതിയിൽ ഗുരുവിന് സന്തോഷമുള്ള കാര്യമാണ്. ആ ഗുരു നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, എടാ നിന്നെ വെച്ചിട്ട് ഞാനൊരു കാര്യം ഞാൻ ചെയ്തോട്ടെ, എനിക്കൊരു പടം ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ത്രില്ല് ചേട്ടൻ അറിയാണ്ടാണ്. അതൊരു വൻ ത്രില്ലല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിപ്പിച്ച ഒന്നൊരു കാര്യം നേടിയെടുക്കുന്നത്. മലക്കോട്ടെ വാലിബൻ സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഫീലായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആളന്നൊരു ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് ഭയങ്കര വിഷമിക്കുന്നൊക്കെ അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ അന്നൊരു സംഭവാരംഭത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിടാൻ വേണ്ടിയിട്ട് ചേട്ടാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് അന്നുണ്ടായ വിഷയങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കരുത്. എല്ലാ ജോലിയിലും ഒരു തമാശയുണ്ട്, അത് മനസ്സിലാക്കി. അത്രയ്ക്ക് പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ആ പടം ഞാനും ഇത് കണ്ടു ചേട്ടാ, മലക്കോട്ട വാലിബൻ കണ്ടത്. അതൊരു ക്രാഫ്റ്റാണത്, കറക്റ്റാണ്. അത് ഇപ്പം മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഒരു കാലഘട്ടത്തിൽ ആ സിനിമകളൊക്കെ മികച്ചതായിരിക്കും. എനിക്ക് തോന്നി ആ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾ അത്രയും നല്ല രസകരമായിട്ടാണ് പ്രഡിക്ഷൻ, അതായത് ഓഡിയൻസ് പ്രഡിക്ഷൻ ഒരിക്കലും ചേട്ടൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, അതായത് ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര പ്രശ്നക്കാരനായിട്ടൊക്കെ തോന്നുന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുക. ചേട്ടൻ തോന്നുന്നുണ്ട് ഞാനത് പ്രശ്നമായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പ്രിഡിക്റ്റ് ചെയ്യാണ്. എന്ത് അതിനുള്ളിൽ നിന്ന് ഇന്നതേ വരാൻ പാടുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നതേ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു മുൻധാരണകൾ. ഈ മുൻധാരണകൾ വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് എല്ലാ ആൾക്കാരും പെരുമാറുക. എനിക്ക് തോന്നിയത് ഒരു നാടുവിട്ട് മറ്റേ ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ മൂവിയൊക്കെ ടൈപ്പ് ചെയ്തതാണ്. പക്ഷെ അവിടെ ഇത്രയും സ്ലോ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ കുറച്ച് സോങ്സ് എനിക്ക് ക്ലിന്റ് ഈസ്റ്റ്വുഡ് മൂഡായിട്ടാണ് എനിക്ക് തോന്നിയത് പടം. എന്നിട്ട് ഇപ്പോഴും അങ്കമാലി ടെറസിൽ എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഒന്നുമില്ല. ഞാൻ ആകെ കൂടിയിട്ട് അത്യാവശ്യത്തിന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വിളിക്കാൻ ചേട്ടന് മാത്രമേ ഉള്ളൂ. വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും അന്വേഷിക്കും, എവിടെയാണുള്ള ഞാൻ അവിടെ ഉണ്ടെന്ന് പറയും, അത്ര ഉള്ള. എന്നാലും ഈ പറയുന്ന പോലെ ഒരു ചാൻസ് ഒക്കെ ഇടയ്ക്ക് ചോദിക്കും. ഈ പറഞ്ഞ പോലെ പടത്തിൽ വരണോ? ഞാൻ പറഞ്ഞു ഈ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാൻ കിടിലനായിട്ട് പടം ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും എൻ്റെ അഭിനയം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലിജോ ചേട്ടൻ എന്നെ വിളിച്ചൊരു പടം ചെയ്യും. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ മനുഷ്യൻ എന്നും മലയാളത്തിൽ വന്ന് എന്നെ വെച്ച് പടം അതൊക്കെ ഭാഗ്യം ചെയ്യും, അതൊക്കെ സമയമാണ്, അത് ഭാഗ്യം സംഭവിക്കട്ടെ. സംഭവിക്കണം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഓഡിഷനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് പുള്ളിയെടുത്ത് ചേർന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും. എപ്പോഴും മമ്മൂക്ക വരെ പറയാറുണ്ട് എന്നെ ആവശ്യമില്ല. ഇല്ല, അത് എനിക്ക് വാശിയിലാണ്, വാശി പുറത്താണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സമയത്ത് ഞാൻ ലിജോന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻസൈഡ് ഓഫ് മൈ ഹെഡ് എന്ന് പറഞ്ഞിട്ട് തൈക്കുടം ബ്രിഡ്ജിന്റെ ഒരു സോങ് ഞങ്ങൾ ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പം ഞാൻ ലിജോചാൻ്റെ അടുത്ത് ഞാൻ വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്താണ് നിൻ്റെ പരിപാടികൾ, ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ നോക്കിയിരിക്കില്ല, ഞാൻ എനിക്ക് കിട്ടുന്ന പടങ്ങളൊക്കെ ഞാൻ എടുത്ത് ചെയ്യും, ഞാൻ രക്ഷപ്പെട്ടു പോകാനുള്ള പരിപാടികൾ എന്ന് വെച്ചാൽ ആൾക്കാരുടെ വേഫ് എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലിജോട്ടം വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടുത്ത കോളിന് നമ്മളവിടെ ചെല്ലും. അത് നമുക്ക് അയാളോടുള്ള സ്നേഹമാണ്. എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ പപ്പേരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയും, എടാ നീ ആരൊക്കെ എന്തൊക്കെ ദ്രോഹം ചെയ്ത് കഴിഞ്ഞാലും അയാളെ മാത്രം കൈ ഒഴിയരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ആളെ മാത്രം, നീ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ചില സംവിധാനമായിട്ട് പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ല, അത് ക്രാഫ്റ്റ് നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഉള്ളിൽ പതുങ്ങി വെച്ചുകൊണ്ട് വേറെ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക, നമുക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പൊരിക്കട്ടെ. ഓക്കെ, ലിജോ ചേട്ടൻ പടം വരണം. കാരണം ഭയങ്കരമായിട്ട് നിങ്ങളൊക്കെ ഡിസർവ് ചെയ്യണം. നിങ്ങളും പെപ്പയും ഈ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ അപ്പാനി ഇപ്പം പതുങ്ങി നിൽക്കുകയാണ്, എന്താണെന്നറിയില്ല. ഇല്ല, എല്ലാവരും വരട്ടെ. ഇത് അവർ മാത്രമല്ലല്ലോ, മലയാള സിനിമയിൽ ഞങ്ങൾ അങ്കമാലിയിലുള്ള പുതുമുഖങ്ങളല്ലാതെ ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും റെസിസ്റ്റ് ചെയ്യട്ടെ, എല്ലാവരും നിലനിൽക്കട്ടെ, എല്ലാവരും കുടുംബത്തെ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.